വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. അങ്ങനെ റാഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുള്ള പോലെയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റാഷ്ഫോർഡ് ക്ലബ്ബ് വിട്ടേക്കും അല്ലെങ്കിൽ റാഷ്ഫോർഡ് വിൽപ്പനയ്ക്ക് എന്നുള്ള രീതിയിൽ ഏതാണ്ട് ഒരു 8-10 ദിവസമായിട്ട് വാർത്തകളുണ്ട്. അപ്പോൾ അങ്ങനെ ആ വാർത്തകളുടെ സത്യാവസ്ഥയെ പറ്റി റാഷ്ഫോർഡ് തന്നെ പ്രതികരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഹെൻറി വിൻഡർ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റാണ് ഈ കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. റാഷ്ഫോർഡിന്റെ തന്നെ വാക്കുകൾ അദ്ദേഹം ഇന്നലെ പുറത്തേക്ക് വിട്ടിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ റാഷ്ഫോർഡിൻ്റെതായ ചില PR വർക്കും ഇതിൻ്റെ ഒപ്പം തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ റാഷ്ഫോർഡിനെ പറ്റി പറയുമ്പോൾ പുള്ളിക്കാരനൊരു PR ബോയ് ആണ് എന്നുള്ള കാര്യത്തെ പറ്റി പറയാറുണ്ട്. ഇപ്പോൾ റാഷ്ഫോർഡ് വന്ന സമയത്ത് ശരിക്കും പറഞ്ഞൊരു വണ്ടർ കിഡ് ആയിട്ട് വന്ന പ്ലെയറാണ്. ആ കാര്യത്തെക്കുറിച്ച് യാതൊന്നും പറയാനില്ല. പുള്ളി വന്നു, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലെയർ ആയിരുന്നു. നമ്മുടെ അക്കാഡമിയിൽ നിന്ന് വന്ന ഒരു പ്ലെയർ അടിപൊളിയായിട്ട് കളിക്കുന്നത് കാണുമ്പോൾ അതിനുശേഷം അല്ലെങ്കിൽ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സീനിയർ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റൂക്കി എന്നുള്ള നിലയിൽ വളർന്നു വരുന്ന ഒരു ടാലന്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് റാഷ്ഫോർഡിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം വർഷങ്ങൾ പുരോഗമിച്ചു. അവനിപ്പോൾ 10-27 വയസ്സായി. അപ്പോൾ അവനിൽ നിന്നും അവൻ മെയിൻ ആയിട്ടുള്ള ഒരാളായി മാറി, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെയിൻ പെർഫോമൻസ് കാണും എന്ന് പ്രതീക്ഷയെടുത്ത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 സീസണുകളിലെ സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പരമശോകമാണ്. അതുപോലെ തന്നെ ഇതുവരെ അവൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലോ അല്ലെങ്കിൽ ഇൻ ഗെയിമിലുള്ള അവൻ്റെ ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഒരു 18-19 വയസ്സുള്ള ഒരാൾ കളിക്കുന്ന പോലെയാണ് അവൻ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും വന്നിട്ടില്ല. അത് അനവധി മാനേജേഴ്സ് വന്നു പോയി എന്നുള്ളതാണ്. LVG, ജോസെ, ഓലെ, റാഗ്നിക്ക്, ടെൻഹാഗ്, അപ്പോൾ അങ്ങനെ അമോറിയും വരെ. പക്ഷെ അവൻ ആ ഒരു സൈഡിൽ നിന്നും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല, അല്ലെങ്കിൽ അവൻ ഗെയിം അവൻ റീഡ് ചെയ്യാനുള്ള എബിലിറ്റി ഒന്നും അവന് വന്നിട്ടില്ല. അവൻ്റെ ഒരു മെയിൻ ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാണ്. അതുപോലെ തന്നെ അത്ലറ്റിക് ആയിട്ട് അവൻ കയറി ചെന്നിട്ട് ഫിനിഷ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പണ്ട് കണ്ട പല കാര്യങ്ങളൊന്നും ഇപ്പം കാണുന്നില്ല എന്നുള്ളതും ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യമാണ്. എസ്പെഷ്യലി പിന്നെ അവൻ വലിയൊരു സ്റ്റാറായി അല്ലെങ്കിൽ അറിയപ്പെടുന്ന താരമായി എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പ്രസ്സിംഗ് ഒക്കെ ആണെങ്കിലും പലപ്പോഴും വളരെ ശോകമാണ്. പലപ്പോഴും അല്ല, ശോകമാണ്. പിന്നെ അല്ലാതെ അവൻ പ്രസ്സൊക്കെ ചെയ്ത് കാണുന്ന ഈ പറയുന്ന പോലെ ക്രിറ്റിസിസം ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവൻ ഈ പറഞ്ഞ പോലെ പ്രസ്സൊക്കെ ചെയ്യാറുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് അവൻ്റെ ഗെയിം അറിയാം. ആ ഒരു ഗെയിം ഇപ്പം പറ്റില്ല. ഇപ്പം ഒരു 10 കൊല്ലം മുമ്പത്തെ ഗെയിം ആയിരുന്നെങ്കിൽ ഫോർവേഡ്സ് അധികം പ്രസ് ചെയ്യേണ്ട ആ ഒരു രീതിയിലാണ് കളിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിൽ നിന്നും 100% ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം അമാദൊക്കെ ചെയ്യുന്ന കാര്യം അറിയാം. നമ്മുടെ നന്നായിട്ട് പ്രസ്സും ചെയ്യും, ഡിഫെൻഡും ചെയ്യും, ഓൺ ദി ബോൾ എബിലിറ്റി എല്ലാ കാര്യവും അമാദ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈപ്പ് ലെവലിലേക്കൊക്കെ പ്ലേയേഴ്സ് മാറി, അല്ലെങ്കിൽ വിങ്ങേഴ്സിൽ നിന്നൊക്കെ അതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ സമയത്ത് റാഷ്ഫോർഡ് ചില സമയത്ത് ടേക്ക് ഓൺ ചെയ്യുമ്പോൾ പോലും പലതരം മിസ്റ്റേക്കുകളൊക്കെ കാണാം. ചില സമയത്തല്ല, മിക്കപ്പോഴും തന്നെ അവൻ്റെ ഭാഗത്തുനിന്നുള്ള നമുക്കറിയാം അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള രീതിയിൽ പ്രഡിക്റ്റബിളൊക്കെ ആയിട്ട് പലപ്പോഴും മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പോയി വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ ഇവിടത്തെ ഉള്ള സമയം അവസാനിച്ചു. ഇപ്പോൾ കുറേ വർഷങ്ങളായല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സൈക്കിൾ അവസാനിച്ചു, വേറെ എവിടെയെങ്കിലും പോട്ടെ, പകരം വേറെ ആരെങ്കിലും ഇവിടെ വരട്ടെ, ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിലാണ് എൻ്റെ മനസ്സിലൊക്കെ തോന്നിക്കൊണ്ടിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പല യുണൈറ്റഡ് ഫാൻസിന് തോന്നിക്കൊണ്ടിരുന്ന ഒരു കാര്യം അതാണ്. എന്നാൽ പോലും റാഷ്ഫോർഡിന് വലിയൊരു പ്ലെയർ ഓഫ് സി ഉണ്ട്, റാഷ്ഫോർഡിന് ഇഷ്ടപ്പെടുന്ന ഇൻഡിവിജ്വൽ ഫാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരുടേതായ രീതിയിലുള്ള റാഷ്ഫോർഡ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൻ്റെ അത്രയും ടാലൻ്റുള്ള പ്ലെയർ വേറെ ഇല്ല, അങ്ങനെ രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ റാഷ്ഫോർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ടൈം ഫോർ എ ന്യൂ ചലഞ്ച്, ഒരു പുതിയ ചലഞ്ചിന് സമയമായി എന്നുള്ള രീതിയിൽ റാഷ്ഫോർഡ് ഈ ഹെൻറി വിൻഡർ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ത്രൂ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹെൻറി വിൻഡർ പറഞ്ഞ ഒരു PR സംഭവത്തിൻ്റെ കേസ് കൂടി പറയാം. ഇപ്പോൾ റാഷ്ഫോർഡ് ഇന്നലെ കണ്ട് പുള്ളി ചെറുപ്പത്തിൽ പഠിച്ച സ്കൂളിലൊക്കെ പോയി അവിടെ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ്ലി യങ്സ്റ്റേഴ്സിനൊക്കെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഫിഗറാന്നൊക്കെ പറഞ്ഞ് വലിയൊരു പാരാഗ്രാഫൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഒപ്പം വന്ന കാര്യങ്ങളാണ്. യുണൈറ്റഡിനെ പറ്റി മോശമൊന്നും പറയുന്നില്ല, എൻ്റേതായ സ്വന്തം സ്റ്റേറ്റ്മെൻറ്റ് ഇടും, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, ഹൈ വേജസിലേക്കുന്ന താരമായി കഴിയുമ്പോൾ ട്രാൻസ്ഫറിന് വച്ചേക്കാണ്, അല്ലെങ്കിൽ പൊക്കോളാൻ പറയുമ്പോൾ പോകില്ല എന്നുള്ളൊരു കാര്യം. 3 കോടി രൂപ ആഴ്ചയിൽ കിട്ടുന്നുണ്ട് എങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ക്ലബ്ബിൽ പോയി 1.5 കോടിക്കോ 1 കോടിക്കോ കളിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ തുടരും, എൻ്റെ കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞ് തുടരും എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം തന്നെ ഇവൻ്റെ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുള്ളത് ആക്ച്വലി അത് പോസിറ്റീവാണ്. ഇപ്പോൾ അവൻ വേണമെങ്കിൽ വേജ് കട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും അവൻ ക്ലബിൽ നിന്നും പൊക്കോളും. ഇപ്പോൾ യുണൈറ്റഡ് വിൽക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ
അവൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തടസ്സമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് റാഷ്ഫോർഡ് ഈ കാര്യത്തിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത്, വിച്ച് ഈസ് ഗുഡ്. വേറെ പല പ്ലേയേഴ്സും നമുക്ക് ഈ ഫിൽ ജോൺസിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ഒഴിയാബാധയായിട്ട് ക്ലബ്ബിലുണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പം എന്തായാലും റാഷ്ഫോർഡിൽ നിന്നും അത്യാവശ്യം നല്ലൊരു തുക കിട്ടും, അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ അക്കാഡമി പ്ലെയറിൽ നിന്നും നമുക്കൊരു നല്ലൊരു 30-40 മില്യൺ അവൻ പോകാൻ റെഡി ആണെങ്കിൽ കിട്ടും എന്നുള്ളതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആ പൈസ കൊണ്ട് വളരെ സ്മാർട്ടായിട്ടൊരു നല്ലൊരു വിങ്ങർ വേറെ മേടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സോ ദാറ്റ്സ് അബൌട്ട് മാർക്കസ് റാഷ്ഫോർഡ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുക. അപ്പോൾ അതുപോലെ റൂബൻ അമോറിമിനെ അടുത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് മുമ്പ് റൂബൻ അമോറിമിൻ്റെ അടുത്ത് ചോദിച്ചു, മാർക്കസ് റാഷ്ഫോർഡ് പറഞ്ഞ കാര്യം ചലഞ്ചിൻ്റെ കാര്യത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ റൂബൻ അമോറിം റാഷ്ഫോർഡിന് സപ്പോർട്ടീവായിട്ടാണ് പറയുന്നത്, ആ ചലഞ്ച് എന്ന് പറയുന്നത് ഇവിടെയാണ് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്, ഇവൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട പ്ലെയറാണ്, വളരെ ടാലൻറ്റഡ് ആണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വിച്ച് ഈസ് ഗുഡ്. കാരണം അമോറിമിന് ഇവൻ്റെ വാല്യൂ ഇപ്പം ഞങ്ങൾക്ക് വേണ്ട എന്നൊന്നും അവന് പറയാൻ പറ്റില്ല. നമുക്ക് യുണൈറ്റഡിന് ഇനി ഇവനെ നിർത്താൻ താല്പര്യമില്ല അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വാല്യൂ ഇടിയും. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല ടേംസിൽ പിരിയുകയാണെങ്കിൽ അത് നല്ലതാണ്. നമുക്ക് വേണ്ടി ഒത്തിരി നാൾ കളിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ അവൻ ഒത്തിരി എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അവൻ്റെ ബോഡിയൊക്കെ ആണെങ്കിൽ അവൻ ഷോൾഡർ പെയിനൊക്കെ വെച്ചിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒത്തിരി നാൾ കളിച്ചിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്, വലിയ ബിഗ് ഗെയിംസിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് കമൻറ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.